തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരത്തെ BJPയും കുറേ നാളായിട്ട് വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് തന്നെ വലിയ വാർത്തയാണ് ഇപ്പോഴും. അതിലെ ഒരു കൗൺസിലറെ കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ അതിശക്തമായിട്ട് പൂട്ടാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അത് BJP ഒന്ന് തളയ്ക്കാം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ഈ BJP നേരത്തെ തന്നെ തളയ്ക്കാൻ അവർ പ്ലാൻ ചെയ്തതാണ്. 50-ൽ നിർത്തി പൂട്ടണമെന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോഴാണ് പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ സപ്പോർട്ട് കൊടുത്ത് 51 മാറ്റിയത്. അല്ലെങ്കിൽ അന്ന് തന്നെ തളർന്നു പോകേണ്ടതായിരുന്നു. പാറ്റൂർ രാധാകൃഷ്ണൻ നാടിയിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം രൂക്ഷമായി BJPയുടെ മോഹം പൊലിഞ്ഞു പോയേനെ. എന്തായാലും അത് നടന്നില്ല. അങ്ങനെ VV രാജേഷ് നറുക്കെടുപ്പ് ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വരികയും അദ്ദേഹം തന്നെ മേയറായി വരികയും ചെയ്തു. അപ്പം മേയറായി വന്നപ്പോഴും പലരും വിചാരിച്ചത് ഇത് അങ്ങനെ ശക്തമായി പോവില്ല എന്നാണ്. അപ്പം രാജേഷ് വളരെ ഭംഗിയായിട്ട് ഭരണം കൊണ്ടുവന്നു. ജനസമ്മതി നേടുന്ന പല പരിപാടികളും ചെയ്തു കഴിഞ്ഞു. വലിയ പദ്ധതികൾ ചിലതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തെരുവുനായ അടക്കം കുടിവെള്ളം, മാലിന്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ സജീവമാകാനായിട്ട് അദ്ദേഹം തുടങ്ങി. അതിനിടയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില മുൻകാല ചെയ്തികൾ തുടർന്നു വരുന്നതിന് പണസമ്പാദന മാർഗങ്ങളെയൊക്കെ അദ്ദേഹം പൂട്ടിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കൂടെ ആയപ്പോൾ സംഗതി ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഇവർക്കെതിരെ വന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒപ്പിടാൻ ശ്രമിച്ചതിനെ കുറിച്ച് ചൊല്ലിയുണ്ടായ തർക്കവും അതിൽ നിന്നും തള്ളും. പിന്നെ ഏതാണ്ട് നമ്മുടെ AMMA സംഘടനയിൽ നടക്കുന്നതിനേക്കാൾ മോശമായ രീതിയിൽ നഗരസഭയിൽ ഒരു നാട്യസഭയായിക്കൊണ്ടുള്ള പ്രകടനങ്ങളൊക്കെ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശം. പിന്നെ സുഗതനെ ഇനി ഇറക്കുന്നതൊന്ന് കാണാമെന്ന് ഏതാണ്ട് ഒരു ജഡ്ജിയുടെ മട്ടിൽ ശബരിനാഥ് വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും അതിനുശേഷം സുഗതനെ പോലീസ് നെടുമങ്ങാട് കോടതിയിലേക്ക് കൊണ്ടുവന്നു, വിചാരണയ്ക്കും മറ്റ് തെളിവെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട്. അതുപോലെ തന്നെ സുഗതൻ്റെ ജാമ്യം ഹർജി പരിഗണിക്കുന്നതും ഒക്കെ ഒന്നിച്ചാണ് നടന്നത്. അപ്പോഴാണ് പോലീസ് അപ്പോൾ സുഗതനെ കോടതി കൊണ്ടുവന്നപ്പോഴാണ് കോടതി ചോദിച്ചു, സുഗതനോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, വൈദ്യപരിശോധന നടത്തിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ കൊണ്ടുപോയ സന്ദർഭത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അതായത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അല്ലെങ്കിൽ ജയിലിൻ്റെ കസ്റ്റഡിയിലിരിക്കെ ആ പ്രതിയെ നമ്മുടെ വട്ടിയൂർക്കാവ് പോലീസ് SI നിലവിലുള്ള ജയിലിലേക്ക് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ മാറ്റി സ്വയം കയറി മെഡിക്കൽ കോളേജിൽ പോവുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരെയുള്ള നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം സുഗതനെ വരട്ടി എന്നുള്ളത് സുഗതൻ കോടതിയിൽ വന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ക്ഷുഭിതമായി. കോടതി നിങ്ങളോട് ആരോട് ചോദിച്ചുകൊണ്ടാണ് പോകാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ സുഗതനെ 2 ദിവസം കസ്റ്റഡിയിൽ കൊടുക്കാൻ വെച്ചിരുന്നത് കോടതിക്ക് അതൃപ്തി തോന്നി. അത് മതിയാക്കി ഒറ്റ ദിവസത്തെ കസ്റ്റഡി, അതായത് 5:30 ആകുമ്പോൾ തിരിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടെത്തിച്ചേക്കണം, നിങ്ങളുടെ രാത്രി കസ്റ്റഡിയിലൊന്നും തരാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ പരോക്ഷമായിട്ട് കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ ഒരു ചിത്രം. ഇത് സുഗതൻ്റെ വക്കീൽ ഭംഗിയായിട്ട് പത്രസമ്മേളനത്തിലൂടെയും കോടതിക്കകത്ത് അതിന് മുമ്പും ഒക്കെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. കോടതിക്ക് ഏകദേശം ധാരണ വരികയും ചെയ്തു. ഈ രീതിയിൽ പോയാൽ സുഗതന് ജാമ്യം കിട്ടാൻ എളുപ്പമായിരിക്കും. കോടതിക്ക് ഏകദേശം ഒരു ബോധ്യം വന്നിരിക്കുന്നു, ഇത് പോലീസിന് അവിഹിതമായ ചില താല്പര്യങ്ങൾ സുഗതൻ്റെ പിന്നിൽ, സുഗതനെ പൂട്ടുന്നതിൻ്റെ പിന്നിൽ, സുഗതനെ കാപ്പ ചുമത്തി നിരന്തരം ജയിലിലടയ്ക്കുന്നതിന് പിന്നിൽ ഒക്കെ ഉണ്ട് എന്ന് നെടുമങ്ങാട് കോടതിക്ക് തോന്നുന്ന വിധത്തിൽ ചില നടപടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ മായ്ച്ചു കളയാൻ പോലീസിന് നിർബന്ധമാവുകയാണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ നിർബന്ധമാവുകയാണ്. ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അതിനനുസരിച്ച് നീങ്ങിയാലേ അത് നടക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പം തിരിച്ച് സുഗതനെ പൂട്ടാനുള്ള ഒരു മാർഗമായി കണ്ടിരിക്കുന്നത് സുഗതൻ തെളിവെടുപ്പിനൊന്നും സഹകരിക്കുന്നില്ല. വെള്ളയക്കടവ് ക്ഷേത്രത്തിൽ അക്രമം നടന്നപ്പം അവിടെ അക്രമത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടെത്താനായിട്ട് സഹകരിക്കുന്നില്ല. സുഗതൻ പറയുന്നത് ഞാനൊരു അക്രമവും നടത്തിയിട്ടില്ല, ഞാനൊരു സാധനവും ഉപയോഗിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ ഞാൻ കണ്ടെത്തുന്നുള്ള രീതിയിലാണ് സുഗതൻ്റെ നിലപാട്. എന്നാൽ പോലീസ് പറയുന്നത് അങ്ങനെയല്ല, ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കണം, അതിന് സുഗതനെ കൊണ്ടുപോകുമ്പോൾ സുഗതൻ കൈമലർത്തുകയാണ്, അത് ശരിയല്ല. അപ്പം സുഗതൻ വലിയ ഒരു നിഷേധിയാണെന്ന്
പോലീസിനുമായിട്ട് സഹകരിക്കുന്നില്ലെന്നും അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും കോടതിക്ക് പിന്നെ സുഗതനോടൊരു ലീനിയൻറ്റ് വ്യൂ കാണിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം അത് സുഗതൻ്റെ വക്കീലാണ് ഇനി അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അതോ ഇത് പോലീസ് വേറൊരു പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി സുഗതൻ്റെ വക്കീലാണ് കോടതിയിൽ ഇനി പറഞ്ഞ് സമർത്ഥിച്ച് സുഗതൻ്റെ സൈഡ് പറയേണ്ടത്. അത് പറയുമ്പോഴേ നമുക്കിനി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും പോലീസ് ശക്തമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് തെളിവെടുപ്പുമായി സഹകരിക്കുന്നില്ല, തെളിവെടുപ്പുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ ഇയാളുടെ കേസിനെ സംബന്ധിച്ച കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പോലീസ് കൈമലർത്തിയാൽ ഒരുപക്ഷെ സുഗതനെ ഇപ്പം ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടു പോകാനോ, കോടതിക്ക് തെളിവില്ലെങ്കിൽ കോടതിക്ക് പിന്നെ തെളിവ് പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ കോടതിക്ക് പിന്നെ ആ തെളിവില്ലാതെ ഇയാളെ വിടാമെന്നോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് തീരുമാനം എടുക്കാമെന്നോ ഒരു കോടതിക്കും പറയാൻ കഴിയില്ല. അപ്പോൾ തെളിവ് ഉണ്ടെങ്കിൽ ആ തെളിവെടുക്കുന്നതിന് സഹകരിക്കണം എന്ന് പറയാനും, അപ്പോൾ സുഗതൻ എന്തു പറയുന്നു, സുഗതൻ്റെ വക്കീൽ എന്തു പറയുന്നു എന്നൊക്കെ ഉള്ളത് ഇനി നിർണായകമാണ്. ആ നിർണായകമായ പ്രതിസന്ധികളിലേക്ക് പിന്നെ വിചാരണകളിലേക്കും കാര്യങ്ങളിലേക്കുമാണ് ഇത് പോകുന്നത്. എന്തായാലും വട്ടിയൂർക്കാവ് പോലീസിന് ഒരു അബദ്ധം പറ്റി. ആ അബദ്ധം അവർ തിരുത്താനുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സുഗതനെ കുരുക്കിക്കൊണ്ടാകാനാണ് അവർക്ക് തീർച്ചയായിട്ടും അതേ സാധിക്കുകയുള്ളൂ. പോലീസിന് ഇത് കാപ്പ ചുമത്തിയത് വെറുതെയാണെന്ന് വന്നാൽ വലിയ നാണക്കേടാവും. ഒരുപക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കനത്ത ഡിപ്പാർട്ട്മെന്റൽ നടപടിയോ ഒരുപക്ഷെ കോടതിയുടെ നടപടിയോ വരെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഗതന് കൗൺസിലിലേക്ക് വരാൻ കഴിയും? അത് ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ലെവലിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ കോടതിക്കൊന്നും അത്രയ്ക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ ആ രീതിയിലേക്കുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിന് പ്രത്യേകമായൊരു ഹർജി വേണ്ടതാണ്. ഈ കേരളത്തിലെ പിന്നെ ആദ്യമായിട്ട് BJP കിട്ടുന്ന ഒരു നഗരസഭ, ആ നഗരസഭയിൽ ഭൂരിപക്ഷം നിലനിൽക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാനാണ് സുഗതനെ ഇങ്ങനെ ചെയ്തതെന്ന് സമർത്ഥിച്ചുകൊണ്ട് സുഗതന് തൻ്റെ കൗൺസിലർ എന്നുള്ള നിലയിലുള്ള പരിപാടികൾ നടത്താനായിട്ട് ഈ കാപ്പയിലെ കരുതൽ തടങ്കൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് വാദിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് BJP എങ്ങനെയാണ്, BJPയുടെ കൗൺസിലർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സുഗതൻ്റെ കൗൺസിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. കാരണം രാജിവെക്കേണ്ടതായ ഒരു ആവശ്യം വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. രാജിവെക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും വരില്ല. കാരണം രാജിവെക്കണമെങ്കിൽ ഇതിനകത്ത് കാപ്പ ചുമത്തിയതേ ഉള്ളൂ. കാപ്പ ചുമത്തുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് രണ്ട് ക്ലോസ് വളരെ ഭംഗിയായിട്ട് ഈ കാപ്പയുടെ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലൈഫ്, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ആ പ്രതിക്ക് നൽകണമെന്നാണ്. ആ പ്രതിയെ അയാൾ പ്രതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, അയാളുടെ ബാക്കി കാര്യങ്ങളിൽ അയാളോട് ഉള്ള ഡീലിങ്സ് അന്തസ്സുള്ളതായിരിക്കണം. ഇപ്പം കാപ്പ ചുമത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SIക്ക് കയറി വരട്ടാനും തോന്നിയത് പറയാനും നിന്റെ ഭാര്യയും മക്കളെയും ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ്, ഇതൊക്കെ സുഗതൻ്റെ വക്കീൽ കോടതി പറഞ്ഞതാണ്, സുഗതൻ പറഞ്ഞതായിട്ടും സുഗതൻ നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പോലീസിന് ഒരു അവകാശവുമില്ല. പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഈ കാപ്പ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ക്ലോസുകളുടെ ലംഘനമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 22 പ്രകാരം അയാൾക്ക് മാക്സിമം കോർട്ടിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനും അത് അയാൾക്ക് വക്കീലിനെ വെച്ച് ഇതെല്ലാം വാദിക്കുന്നതിനും താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനും അയാൾക്ക് വളരെ റൈറ്റ് ഉണ്ട്. കാരണം ഇത് വല്ലാത്തൊരു നിയമമാണ്. ഇന്ത്യയിൽ മറ്റൊന്നിനും ഇല്ലാത്തൊരു നിയമമാണ്. അതായത് താങ്കളെ ചുമ്മാ പിടിച്ചോണ്ട് പോവുകയാണ്, താങ്കളൊരു കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് പിടിച്ചോണ്ട് പോവുകയാണ്. പിടിച്ചോണ്ട് പോയി 1 വർഷം വരെ തടവിലങ്ങ് വെക്കാനായിട്ട് അനുവദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്ലോസിനകത്ത്, ആ നിയമത്തിനകത്ത് തന്നെ ഈ ആർട്ടിക്കിൾ 21ഉം 22ഉം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിയമപരിരക്ഷ നേടാനും അതുപോലെ തന്നെ നിങ്ങളുടെ അന്തസ്സ്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്തസ്സ് നിലനിൽക്കും. സുഗതൻ വെറും ഒരു വ്യക്തി മാത്രമല്ല, ഒരു ജനപ്രതിനിധി കൂടിയാണ്. അയാളുടെ അന്തസ്സ് അതിനേക്കാൾ വലുതാണ്. അത് സംരക്ഷിക്കേണ്ട ബാധ്യത ആ ക്ലോസ് പ്രകാരം അതിനകത്തുണ്ട്. പക്ഷെ അത് പോലീസ് സംരക്ഷിക്കുന്നുണ്ടോ, ഗവൺമെൻറ് സംരക്ഷിക്കുന്നുണ്ടോ, അത് ഗവൺമെൻറ് അതിനെ ഇടിച്ചുതാക്കാനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുഗതൻ്റെ കൗൺസിലാണിത് കോടതിയിൽ ധരിപ്പിക്കേണ്ടത്. അത് എത്ര സമർത്ഥമായിട്ട് അദ്ദേഹം ധരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സുഗതൻ്റെ ഭാവി റിലീസും മറ്റു കാര്യങ്ങളും. ശരിയായ രീതിയിൽ പറഞ്ഞാൽ സുഗതന് കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കാപ്പ ചുമത്തി ഒരാളെ കരുതൽ തടങ്കലിലാക്കിയെന്ന് തന്നെ വയ്ക്കാം. ഇനിയിപ്പോഴും അതിൻ്റെ ഒരു ബോർഡുണ്ട്, ആ ബോർഡ് കൂടിയിട്ടില്ല. ഉപദേശക സമിതിയുണ്ട്. കാപ്പ ഉപദേശക സമിതിയിൽ ഇനി വീണ്ടും സുഗതന് അവസരമുണ്ട്. അത് അവസരം ഉപയോഗിച്ചിട്ടില്ല.
അതും കൂടെ കഴിഞ്ഞാലേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇയാളെ പൂട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ തുടർച്ചയായ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കത്തില്ലേ? അതെങ്ങനെയാ ബാധിക്കുന്നത്? നിങ്ങളെ പിടിച്ച് ജയിലിലിട്ടേച്ച് നിങ്ങൾ അതൊക്കെ വെറും എന്താ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്ന വിഡ്ഢിത്തരമാണ്. നിങ്ങളെ ജയിലിലിട്ടേച്ച് നിങ്ങൾ പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യും കാലും കെട്ടി വെച്ചേച്ച് നിങ്ങൾ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത്? ഏത് കോടതിയാണ് അംഗീകരിക്കുക? ആ ന്യായങ്ങളൊന്നും പോവില്ല. ആ ന്യായങ്ങൾ വിലപ്പോവില്ല. അത് കോടതിയിൽ ധരിപ്പിച്ചാൽ കോടതി തീർച്ചയായിട്ടും പറയും അയാൾക്ക് പോയി അവിടെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറയും. ഈ അതാണ് ഞാൻ പറയാൻ വന്നത്. കാപ്പ ചുമത്തി ഒരാളെ കരുതൽ തടങ്കലിൽ വെക്കുന്ന എന്തിനാണ്? ഇയാൾ ഇറങ്ങിയാൽ ഇപ്പൊ ചെയ്ത പോലെ നിരത്തി കൊലപാതകങ്ങൾ നടത്തിക്കളയും, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ നിരവധി ബലാത്സംഗങ്ങൾ അദ്ദേഹം നടത്തിക്കളയും എന്നുള്ള പേരിലാണ് ഈ കരുതൽ തടങ്കൽ. അല്ലാതെ സുഗതൻ ഇങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ടല്ല കരുതൽ തടങ്കൽ. അതാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 21, 22 നേരെ ഇതിനകത്ത് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് തന്നെ ഒരു പ്രധാനപ്പെട്ട ആ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് കോടതിയെ ധരിപ്പിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ സുഗതന്റെ കാര്യത്തിൽ വേറൊരു വിധത്തിലേക്ക് ആ ഒരു ആംഗിളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇത് സുഗതൻ പ്രതിയാണ്, സുഗതൻ കാപ്പ പിന്നെ പ്രതി ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് പോയിട്ടുള്ളൂ. അല്ലെ, പ്രതിപക്ഷം മുമ്പോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും രാജിവെപ്പിക്കുക, എന്നിട്ട് ആ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുക, കോർപ്പറേഷൻ കൗൺസിൽ തുലാസിലാടുക എന്നുള്ള കാര്യമായിരിക്കും. ഇതില് സുഗതൻ തന്നെ വീണ്ടും ഇലക്ഷൻ എന്ത് ചെയ്യും? സുഗതനെ 2 വർഷം ശിക്ഷിച്ചാൽ മാത്രമേ സുഗതൻ ഇലക്ഷനിൽ ബാധിക്കുള്ളൂ. സുഗതൻ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ചാൽ എന്ത് ചെയ്യും? ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ സുഗതൻ ചിലപ്പോൾ ജയിച്ചു വന്നിരിക്കും. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. സുഗതന് കാപ്പ ചുമത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് ഇലക്ഷൻ നിൽക്കാനൊന്നും പറ്റില്ല എന്നൊന്നുമില്ല. തീവ്രവാദി കാശ്മീരിൽ ഇലക്ഷൻ നിന്ന് ജയിച്ചില്ലേ? അയാളെ നിയമസഭ വിട്ടില്ലേ? ഒപ്പിടാൻ സത്യപ്രതിജ്ഞയ്ക്ക് സമ്മതിച്ചില്ലേ? ഒരുപാട് വിധികളുണ്ടെന്നേ. പിന്നെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ച് പിന്നെ അത് ഇപ്പം പറ്റില്ല. ഇപ്പം 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ പിന്നെ അംഗത്വം റദ്ദാവും. സുഗതനെ ഇതുപോലെ തന്നെ 2 വർഷത്തിൽ കൂടുതലുള്ള ഒരു ശിക്ഷയ്ക്ക് വന്നാൽ സുഗതൻ അയോഗ്യനാവും. ഇല്ലെങ്കിൽ സുഗതൻ അയോഗ്യനൊന്നും ആവില്ല. സുഗതനെ എങ്ങനെ അയോഗ്യനാക്കും? നിങ്ങൾ ഒരാളെ പൂജപ്പുറ സെൻട്രൽ ജയിലിൽ പിടിച്ചിട്ടേച്ച് അയാൾ ഒപ്പിടുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ നമ്മൾ തട്ടുപൊളിപ്പൻ ന്യായങ്ങൾ പറയാം, കവലപ്രസംഗത്തിൽ പറയാം, പിന്നെ വിവരമില്ലാത്ത കൗൺസിലർമാർ കൗൺസിലിൽ ഇരുന്ന് പറയാം എന്നല്ലാതെ അതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, ആർട്ടിക്കിൾ 21, 22 പ്രകാരമാണോ സുഗതന്റെ ഇതുവരെയുള്ള പ്രൊസീഡിങ്സ് എന്നുള്ളത്. അതാണ് ഇന്നലെ കോടതി നെടുമങ്ങാട് കോടതി വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചതിന്റെ കാരണം അതാണ്. SI വിളിച്ച് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് സുഗതനെ 2 ദിവസം കസ്റ്റഡി മാറ്റിയിട്ട് രാത്രി ഇയാളെ കസ്റ്റഡി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇയാളെ സുരക്ഷിതമായി ജയിലിലേക്ക് മാറ്റിയത്. വാദി പ്രതിയാകുന്ന വിധത്തിലേക്കാണ് ഇത് പോകുന്നത്. പക്ഷേ ഈ പ്രതിയാക്കണമെങ്കിൽ പോലീസ് പ്രതിയാകണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പല മുൻകരുതൽ എടുക്കണം. അതാണിപ്പം തെളിവിന് സഹകരിക്കുന്നില്ല, ഇയാൾ കാണിച്ച അക്രമങ്ങളിൽ നിന്ന് പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു കേസായിരിക്കും ഇത്. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി കഴിഞ്ഞാൽ, സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകും. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വാർഡിലെ മാത്രം കാര്യമല്ലത്. 101 വാർഡിലുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ചേർന്ന് ഒരു ജനാധിപത്യത്തിലെ ഒരു സംവിധാനത്തിൽ ഒരാളെ മേയറാക്കിയും ഒരു നഗരസഭയെ ഭരണവും ഏൽപ്പിച്ചിട്ട് അത് നിങ്ങളുടെ കുതന്ത്രത്തിന്, നിങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമത്തിലെ പഴുതുകൾ, കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അയാളെ കൂട്ടിയിട്ട് ആ നഗരസഭയെ തള്ളിയിടാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നുമല്ല. സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ചെന്നാലെന്നുള്ളത് ആണ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള നിയമവശങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പല കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. ഇന്ത്യയിൽ ഇതുപോലത്തെ നിരവധി കേസുകളുണ്ട് ഇത്തരത്തിലുള്ള. ജനപ്രതിനിധിയെ പിടിച്ച് ജയിലിലിട്ട സന്ദർഭങ്ങളിൽ അയാളുടെ ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകളൊക്കെ പുറത്തെടുത്ത് വാദിച്ചു കഴിഞ്ഞാൽ സുഗതന്റെ പേരിൽ, സുഗതൻ ഒപ്പിട്ടില്ലെന്ന പേരിൽ അയാളുടെ അംഗത്വവും പോവില്ല, ബാക്കി കാര്യങ്ങളും പോവില്ല. സുഗതന് വരാൻ പോലുമുള്ള അവസരം തിരിക്കും. ഇപ്പോൾ ഇവിടെ വന്ന പോലെ കൗൺസിലിൽ വരാനുള്ള അവസരം വരെ ലഭിച്ചുകൂടായില്ല. പക്ഷെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി അദ്ദേഹത്തിനെ കൂട്ടാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ തെളിവിന് സഹകരിക്കുന്നില്ല, തൊണ്ടി മുതൽ കണ്ടെത്താൻ സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള
വ്യാഖ്യാനങ്ങൾ. ബാക്കി നമുക്ക് കോടതിയിൽ കാണാം. കോടതിയിൽ ഇരിക്കുന്ന കാര്യം നമുക്ക് പൂർണ്ണമായൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.